ഹലോ ഗൈസ്, വെൽക്കം ടു നിയാസ് വ്ളോഗ്. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ഒരു ഹാഫ് ഡേ ആണ് ട്ടോ ഇന്നത്തെ വ്ളോഗ് നമ്മളത്. അപ്പോൾ എനിക്ക് ജോലി ഒരു നൂൽപുട്ടും കമ്പനിയിലാണ്. പാലക്കാട് ജില്ലയിലാണ് ട്ടോ ഞാൻ വർക്ക് ചെയ്യണത്. അപ്പോൾ രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷായി നമ്മൾ നൂൽപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് സപ്ലൈ ചെയ്യാൻ സാധനം എടുക്കാൻ വേണ്ടി കമ്പനിക്ക് പോവാണ്. നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി. CNG ആണ് നമ്മൾ ഓട്ടോറിക്ഷ കേട്ടോ. CNGന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ പെട്രോൾ ആക്കിയിട്ട് വണ്ടി എടുത്ത് നേരെ വിട്ട് നൂൽപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഓടി കഴിഞ്ഞപ്പം CNG ആക്കിട്ടോ, പെട്രോളിൽ നിന്ന് ഒഴിവാക്കി CNG ആക്കി. അങ്ങനെ നമ്മൾ പാലക്കാട് ടൗണിലെത്താനായി. അങ്ങനെ നമ്മൾ എടുക്കണ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി വന്നപ്പോൾ ബാങ്കൊക്കെ കൊടുത്ത് പള്ളീൻ്റെ മുമ്പിൽ തന്നെയാണ് നമ്മളെ കമ്പനി വരുന്നത് കേട്ടോ. കട ഉണ്ട്, നമ്മൾ വയ്യെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ചെന്നപ്പോൾ നമ്മളെ ബായി അപ്പം ഉണ്ടാക്കണ ബായി ഉണ്ട്. ഓനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിക്കണം. രാത്രി അപ്പമൊക്കെ ചുട്ട് ഓൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഓൻ കടന്നിക്കണം. അങ്ങനെ നമ്മൾ ഓരോ പൊതി എടുത്തിട്ട് നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോയി വെക്കണം. അങ്ങനെ ഓരോന്നായി ഇങ്ങനെ എടുക്കണം കേട്ടോ. അപ്പായം കൊണ്ട് പെട്ടെന്ന് നാശാവുകയും ചെയ്യും. അപ്പം നമ്മൾ ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോയി വെച്ച് ഒക്കെ സെറ്റ് ചെയ്ത് ഓരോ സ്ഥലത്തേക്കുള്ളതും ഓരോ ഭാഗത്ത് വെച്ച് അങ്ങനെ ഒക്കെ സാധനങ്ങളൊക്കെ കയറ്റി പാക്ക് ചെയ്ത് ഒക്കെ നമ്മളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. എല്ലാ കടയിലുള്ളതൊക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ നേരെ വണ്ടി പോയി ഒക്കെ ഒന്നും പാടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഏതെങ്കിലും ഒരു പൊതി മറന്നാൽ നമ്മൾ കുടുങ്ങി. പിന്നെ അപ്പം പായി നീച്ചുണ്ടാക്കി തരണമെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഉറങ്ങല്ലേ. അങ്ങനെ നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിച്ച് നേരെ നമ്മൾ ലൈന് പോകാൻ വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് തന്നെ വന്ന്. അങ്ങനെ അപ്പമൊക്കെ കയറ്റിങ്ങാണ്ട് നേരെ വണ്ടി എടുത്ത് നമ്മൾ പോവാണ് നൂൽപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നൂൽപുട്ട് എടുക്കാൻ വേണ്ടി പാലക്കാട് ടൗണാണ്. പാലക്കാടിൻ്റെ പ്രത്യേകതയാണ് എപ്പോഴും അവിടെ ആക്റ്റീവ് ആയിക്കാരം ആൾക്കാർ. എപ്പോഴും ആൾക്കാരുണ്ടാവും. കടകളുണ്ടാവും. അതേപോലെ ബസ്സൊക്കെ നല്ല രാവിലെ 5 മണിക്ക് തന്നെ ബസ് സർവീസ് ഉണ്ട്. പിന്നെ KSRTC പിന്നെ 24 മണിക്കൂറുണ്ട്. അങ്ങനെ ഞങ്ങൾ നൂൽപുട്ടും കമ്പനിയിലെത്തി. നൂൽപുട്ട് ഇതേമാതിരി ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കണം. അങ്ങനെ നൂൽപുട്ടും വണ്ടിക്ക് കയറ്റിങ്ങാണ്ട് നമ്മൾ നേരെ വണ്ടി എടുത്ത് ഇനി നമ്മളെ ലക്ഷ്യം എന്താണ്, ഓരോ കടയിലും ഇത് കൊണ്ടുപോയിങ്ങാണ്ട് ഓർഡറിനനുസരിച്ച് വെച്ച് കൊടുക്കണം. തലേന്ന് നമ്മൾ ഓർഡറൊക്കെ വിട്ടാൽ നോക്കും. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഓരോ കടയ്ക്ക് ഇത്ര പൊതിയും കാര്യങ്ങളും ഉണ്ടാവും. അത് നമ്മൾ നേരെ ഓരോ കടയ്ക്കും എത്തിക്കണം. അതാണ് എൻ്റെ ജോലി. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേരെ വിട്ട് ഫസ്റ്റത്തെ കടയ്ക്ക്. അങ്ങനെ ഫസ്റ്റത്തെ കടയിൽ 2 പൊതി, ഒരു പൊതി അപ്പവും ഒരു പൊതി നൂൽപുട്ടും. അങ്ങനെ ഫസ്റ്റത്തെ കടയിൽ നമ്മൾ എത്തി. നേരെ അവിടുത്തെ ആളെയൊക്കെ ഒന്ന് കണ്ട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ നമ്മൾ അവിടെ ആളെ നിൽക്കണം കേട്ടോ. ആള് സാറാണ്. അങ്ങനെ നമ്മൾ സാധനം ഓരോ കടയിലാണ് ഫസ്റ്റ് നമ്മൾ വെക്കുക. അങ്ങനെ നമ്മൾ ഓരോ കിച്ചണിൽ കൊണ്ടുപോയിങ്ങാണ്ട് സാധനമൊക്കെ വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ വണ്ടി എടുത്ത് നേരെ അടുത്ത കടയ്ക്ക്. ഈ കട തുറക്കൂല കേട്ടോ. ഈ കടൻ്റെ പുറത്താണ് നമ്മൾ വെക്കുക. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് വെക്കും. കട തുറക്കണമെന്ന് വെച്ചാൽ ഒരു 7 മണിയൊക്കെ ആവും. അപ്പോൾ അവിടേക്കുള്ള പൊതി എടുത്ത് അവിടേക്ക് ഒരു അപ്പവും ഒരു നൂൽപുട്ടുമാണ്. അങ്ങനെ ഞങ്ങൾ അതും എടുത്ത് അതവിടെ നമ്മൾ മതിലുമേലാണ് വെക്കുക. ആ മതിലുമ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി എടുത്തുകൊണ്ട് നേരെ ഹോട്ടലിലേക്ക് എടുത്ത് വെക്കും. അതവിടെ വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് അത് ഇവിടെ വെച്ച് സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് സെക്യൂരിറ്റി നമ്മൾ എടുക്കും. നേരെ ഇനി അടുത്ത കട ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ്. അടുത്ത കട എവിടെയാണ്? കുറച്ച് ലോങ് ആണ്. നമ്മളെ പറളി റൂട്ടിനാണ് അടുത്ത കടകളുള്ളത്. നമ്മൾ നേരം വെളുത്താൽ ഏകദേശം പാലക്കാട് ജില്ലേൻ്റെ 4-5 ദിക്കിൽ നമ്മൾ എത്തുന്നുണ്ട് കേട്ടോ. ഒലവക്കോട്, പറളി, അതേപോലെ ചന്ദ്രനഗർ, കൂട്ടുപാത, പൊള്ളാച്ചി റോഡ്, അതിലൊക്കെ നമ്മൾ രാവിലെ എത്തും കേട്ടോ. നമ്മൾ ഈ സാധനം ഇങ്ങനെ കടയിൽ കൂടെ കൊണ്ടുപോയിങ്ങാണ്ട് ഓർഡറിനനുസരിച്ച് വെക്കുക. അതാണ് നമ്മളെ പണി. അങ്ങനെ നമ്മൾ അടുത്ത കടയിലും കൊണ്ടുപോയിങ്ങാണ്ട് വെച്ച് അവിടെ കണ്ട ഒരു പൂവൊക്കെ അതേമാതിരി ഓർഡറിലെ പൂക്കൾ, കടയിലെ പൂക്കളാണ്. അതുപോലെ പൂജക്കും കാര്യങ്ങൾക്കൊക്കെ ഉള്ള പൂക്കളാണ് അവിടെ കൊണ്ടു വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തുങ്ങാണ്ട് പിന്നെ വിട്ട് എങ്ങോട്ട് അടുത്ത കടയ്ക്ക്. അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു പണിയുണ്ട് കേട്ടോ. നമുക്ക് പത്തിരി എടുക്കണം. പത്തിരിയും ചപ്പാത്തി എടുക്കണം. അങ്ങനെ പത്തിരി കമ്പനി പോയി ചപ്പാത്തി ഒക്കെ എടുത്ത് പത്തിരി എടുത്ത് നമ്മൾ നേരെ വിട്ട് അടുത്ത കട ലക്ഷ്യമാക്കിയിട്ട് അവിടെ നമ്മൾ ചപ്പാത്തിയും പത്തിരിയൊക്കെ വെക്കേണ്ട കടകൾ അതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് പോയി. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചായയൊക്കെ കുടിക്കരുതാണ്ട് ഒരു ചായക്കടയിൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് സാധനം വെച്ചിരിക്കണം. അവിടെ ചായ മേടിച്ച് നമ്മൾ പാത്തുവിനൊരു ചായയും വാങ്ങി 2 കടിയും വാങ്ങി. പാത്തുവിന് പനിയാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കൊണ്ടുപോയി കൊടുക്കരുത്. അങ്ങനെ നമ്മൾ നേരെ വിട്ട് പറളി റൂട്ടിനാണ് നമ്മളെ നിൽക്കുന്ന റൂം വരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയി പാത്തുവിന് ചായയൊക്കെ കൊടുത്ത് നേരെ നമ്മളെ കിച്ചണിലെത്തി. ഇതാണ് നമ്മളെ കിച്ചണ്, അസ്ല പബ്ലിക് കിച്ചണ്. നമ്മളെ പാലക്കാട് KSRTCൻ്റെ അവിടെ തന്നെയാണ് കിച്ചണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കയ്യിൽ വരുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളെ കിച്ചണിൽ വന്നു കഴിഞ്ഞാൽ
നമ്മൾ അവിടെ 12 മണി മുതലാണ് ഓപ്പണിങ്. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി അടുത്ത സ്ഥലത്ത് പോകണം. അടുത്ത ഇവിടെ ഒലവക്കോടാണ് പോകേണ്ടത്. ഒലവക്കോട് റൂട്ടാണ് നമ്മൾ പോകേണ്ടത്. നമ്മളെ ഒലവക്കോട് മണ്ണാർക്കാട് ആ റൂട്ടിനാണ് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ അങ്ങനെ KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു കടയിലൊക്കെ വെച്ച് അങ്ങനെ അവിടെ കുറേ ആൾക്കാർ ഇറങ്ങിയിരിക്കണം. അങ്ങനെ നമ്മൾ നേരെ വിട്ട് മഞ്ഞക്കുളം പള്ളിൻ്റെ അതിലെ. അപ്പോൾ ഞങ്ങൾ മഞ്ഞക്കുളത്തേക്ക് സിയാറത്തിനൊക്കെ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഫുഡ് വേണമെന്ന് വെച്ചാൽ നമ്മളവിടെ എത്തിച്ചു തരും. രാവിലെ വെച്ചാൽ രാവിലെ എത്തിച്ചു തരും, വൈകുന്നേരം വെച്ചാൽ വൈകുന്നേരം. രാത്രി 10 മണി വരെ ഉണ്ട് കേട്ടോ, രാവിലെ 5 മണി മുതൽ. പക്ഷേ കിച്ചണും കാര്യങ്ങളൊക്കെ ഒരു 12 മണി മുതലാണ്. തലേന്ന് ഓർഡർ ചെയ്താൽ അതിനനുസരിച്ച് നമ്മൾ അവിടെ എത്തിച്ചു തരും. അങ്ങനെ നമ്മൾ ഒലവക്കോട് എത്തി. ഒലവക്കോട് എല്ലാ കടയിലും വെച്ച് അവിടെ കുറച്ച് നേരം ഇങ്ങനെ തൊള്ളിൽ നോക്കി നിന്ന് കണ്ട് നേരെ നമ്മൾ ഇനി അടുത്ത ലക്ഷ്യം നമ്മളെ ചന്ദ്രനഗർ അതേപോലെ പൊള്ളാച്ചി റൂട്ടൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ആ റൂട്ടിന് പോകരുത്തി കണ്ട് നേരെ വണ്ടി എടുത്ത് കണ്ട് വിട്ട്. അപ്പോഴാണ് ചെറിയൊരു മഴ. ഈ പണിക്കാരൊക്കെ സ്വീപ്പാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു മഴ ഉണ്ടാവില്ലേ, ചിലവർ പറയും ചീഞ്ഞൊലിച്ച മഴ എന്നൊക്കെ പറയും. എന്നാലും ഒരു നല്ലൊരു മഴയല്ല, എന്നാലൊരു മഴ. അങ്ങനെ ആ മഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പാലക്കാട് നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഇങ്ങനെ വരണം. അവിടെ വന്നിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടത്. അവിടെ അല്ല കുറേ കടയിലൊക്കെ വെച്ച് കുറേ കട അവിടെ ഉണ്ട്. അതിലൊക്കെ വെച്ചങ്ങാണ്ട് നമ്മൾ നേരെ വിട്ട് കൂട്ടുപാത റൂട്ടിന് അതിലങ്ങനെ വിട്ട് പൊള്ളാച്ചി റൂട്ടിനൊക്കെ കഴിഞ്ഞ് എത്തണം കേട്ടോ. അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് കണ്ട് അങ്ങനെ പോകും. എന്നും തന്നെയാണ് കേട്ടോ, ഈ റൂട്ട് തന്നെയാണ് നമ്മൾ പോവുക. സ്ഥിരമായിട്ടുള്ള കടകളാണ്. അപ്പോൾ എന്നും ഇതിലെങ്ങനെ പോവും. ഓരോ ദിവസം ഓരോ കാഴ്ചകളെ കാലം. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ പൊള്ളാച്ചി റൂട്ടിനാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മളെ വണ്ടിയിൽ പോവും. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ പോകണം. അപ്പോൾ നമ്മൾ നേരെ പാലത്തിൻ്റെ അടിയിൽ കൂടെ വിട്ടുങ്ങാണ്ട് പൊള്ളാച്ചി റൂട്ടിന് പോയി അതിലേക്ക് സപ്ലൈ ചെയ്ത് വന്നപ്പോഴത്തേന് നമ്മളെ സാധനമൊക്കെ കാലിയായി. അങ്ങനെ നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിയാണ് നേരെ റൂമിക്ക് വന്നപ്പോഴത്തേന് നമ്മളെ ഭാഗത്തും ചിക്കൻ കറിയൊക്കെ അല്ല സാധനമൊക്കെ റെഡിയാക്കി വെച്ചിന്. അതിൻ്റെ ഇടയിലാണ് ഇയാൾ ഇവിടെ അങ്ങനെ വെച്ച് ഉണ്ടാക്കണേ. കറി ആയിട്ടുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുക. അപ്പോൾ കറി ആയിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് എന്താണ് നമ്മൾ നൂൽപുട്ട് കമ്പനി ഇട്ടത്. ഇവിടെ നമ്മളെ ഫുഡൊക്കെ ഉണ്ടാക്കുക, നൂൽപുട്ട് ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ കറിയാണുണ്ട്, പാത്തുവിൻ്റെ മൈസൂർ ചിക്കൻ കറിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് ചിക്കനൊക്കെ ഒന്ന് കേക്ക് കൊടുത്ത്. ചിക്കൻ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പുറത്തേന്ന് വെച്ചാലോ നമ്മളെ കറിയൊക്കെ റെഡിയാകാനുള്ള മസാലയും പാത്തും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ചിക്കൻ കേക്ക് കഴിഞ്ഞങ്ങാണ്ട് നേരെ കൊണ്ടുപോയിങ്ങാണ്ട് നമ്മൾ മസാലയ്ക്ക് ഇട്ട് മൈസൂരത്തെ ചിക്കൻ കറിയാണ് കേട്ടോ. അങ്ങനെ മൈസൂരത്തെ സ്പെഷ്യലാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാത്തു ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്ത് രാവിലെ കഴിക്കാൻ നല്ല മസാല ദോശ വാങ്ങി. ഞങ്ങൾ രണ്ടാളും ഇരുന്ന് മസാല ദോശയും ഒരു വടയൊക്കെ ഉണ്ടായിന്, അതൊക്കെ കഴിച്ച്. അങ്ങനെ അതൊക്കെ കഴിച്ചങ്ങാണ്ട് ഇരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മളെ ആൾ പുറത്തുണ്ടല്ലോ എന്ന് ആൾക്ക് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ എന്തായി അതിന് കുറച്ചെടുത്തുങ്ങാണ്ട് നമ്മളെ ചെറുക്കന് കൊണ്ടുപോയി കൊടുത്ത്. ചെറുക്കനുണ്ടോ കൂട്ടനെ, ചെറുക്കൻ പിന്നാലെ കൂട്ടനെ നമ്മളാ ഇലയിൽ തന്നെ ഓനിക്കില്ലത് അവിടെ വെച്ച് കൊടുത്ത്. ആദ്യം നോക്കി ചിക്കനൊന്നും ഇല്ലേ എന്നാണ് നോക്കണത്. പക്ഷെ എന്നാലും ഫുള്ള് തിന്നട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു ഹാഫ് ഡേ വരുന്നത്. അങ്ങനെ വന്ന് റൂമിൽ വന്ന് കുറച്ച് നേരം കടന്നുറങ്ങി. ഇതൊക്കെയാണ് നമ്മളെ ഒരു ഹാഫ് ഡേ വരുന്നത്. ബാക്കി ഇൻഷാല്ലാ അടുത്ത വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.